നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. കലഹിക്കാൻ പുതിയൊരു കാരണം. സാമ്പത്തിക തിരിമറിയിൽ മുങ്ങിയ വിജയ് മല്യയെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. മല്യയെ ഇന്ത്യ വിടാൻ സഹായിച്ചത് കേന്ദ്ര സർക്കാരെന്ന് ആരോപണം. മദ്യരാജാവിനെതിരെ ബാങ്കുകൾ എന്തുകൊണ്ട് നേരത്തെ നടപടിയെടുത്തില്ലെന്ന് കോൺഗ്രസ്. അതേസമയം ആരോപണത്തിൽ തിരിച്ചടിച്ച് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. 10 വർഷം ഭരണത്തിലിരുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? മല്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് വന്നത് അടുത്തിടെയെന്നും വിശദീകരണം. കേന്ദ്ര സർക്കാരിന്റെ മറുപടിയിൽ തൃപ്തരല്ലെന്ന് പ്രതിപക്ഷം. വിഷയത്തിൽ ചർച്ച വേണമെന്ന കോൺഗ്രസ് നിലപാട് മറികടന്ന് ഇസ്രത് ജഹാൻ കേസ് ചർച്ചയ്ക്കെടുത്തതോടെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ സഭ വിട്ടിറങ്ങി. വിജയനും VSും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായിയും VSും മത്സരിക്കണമെന്ന് പൊളിറ്റ് ബ്യൂറോ. നിർദ്ദേശം സംസ്ഥാന ഘടകത്തെ അറിയിക്കും. 11നും 12നും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യെച്ചൂരി ഇക്കാര്യം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം പിന്നീടെന്നും PB. സീറ്റ് വിഭജനത്തിന്റെ പ്രാഥമിക ചർച്ചകളുമായി തലസ്ഥാനത്ത് ഇടതുമുന്നണി യോഗം തുടരുന്നു. ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPI ആവശ്യപ്പെട്ടത് 30 സീറ്റുകൾ. കൊല്ലത്തെ RSP സീറ്റുകളിലും പാർട്ടിക്ക് കണ്ണ്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന നിർദ്ദേശം യോഗത്തിൽ CPI മുന്നോട്ട് വെച്ചേക്കും. രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടതോടെ നിയമസഭയിൽ അധിക പ്രാതിനിധ്യം വേണമെന്ന നിലപാടാകും പാർട്ടി മുന്നണിയിൽ സ്വീകരിക്കുക. തർക്കങ്ങളുടെ തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി വീണ്ടും തർക്കം. സീറ്റ് കോൺഗ്രസിന് നൽകാമെന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി 2011 എഴുതിയ ഉടമ്പടി കത്ത് പുറത്ത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാമെന്ന് കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക്. അതേസമയം തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ കത്ത് ചർച്ചയാക്കേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. ഇത്തരത്തിൽ പല കത്തുകളും മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ടെന്നും വിശദീകരണം. ലീഗിനെ വെട്ടിലാക്കി വിവാദക്കത്ത് പുറത്തായത് നിലവിലെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന താമരശ്ശേരി രൂപതയുടെ കടുത്ത നിലപാടിനിടെ. തിരുവമ്പാടി സീറ്റ് ലീഗിനുള്ളതെന്ന് VM സുധീരൻ. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കത്ത് ചോർന്നതിൽ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും UDF നേതാക്കളും തീരുമാനമെടുക്കുമെന്നും KPCC പ്രസിഡന്റ്. തിരഞ്ഞെടുപ്പിന്റെ തിടുക്കത്തിൽ UDF സീറ്റ് വിഭജനത്തിൽ പിരിമുറുക്കത്തിന്റെ 2ാം ഘട്ടം. സ്ഥാനാർത്ഥി പട്ടിക നേരത്തെയാക്കാൻ മുന്നണിയിൽ ധാരണ. സീറ്റ് വിഭജനം 15ന് മുമ്പ്. KPCC തിരഞ്ഞെടുപ്പ് സമിതി 16ന്. കേരള കോൺഗ്രസ്, മാണി ജേക്കബ് ഗ്രൂപ്പുകളുമായും ജനതാദളുമായും ഇന്ന് ചർച്ച. അധിക സീറ്റിനായി മാണി മുറുകുമ്പോൾ കഴിഞ്ഞ തവണത്തെ 15ൽ നിന്ന് ഒന്നുപോലും കൂടുതൽ നൽകാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ്. പൂഞ്ഞാറും കുട്ടനാടും കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നും ആവശ്യം. ഗതി തേടുന്ന കുതിപ്പ്. ഇന്ത്യയുടെ 6ാമത് ഗതിനിർണയ ഉപഗ്രഹമായ IRNSS F1 വിക്ഷേപണം അല്പസമയത്തിനകം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് ഉപഗ്രഹം കുതിച്ചുയരുന്നത് PSLV റോക്കറ്റിൽ. പ്രവർത്തന കാലപരിധി 12 വർഷം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2665 രൂപ, പവൻ 21,320 രൂപ. വെള്ളി ഗ്രാമിന് 40.19 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.